തൊട്ടടുത്ത തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPMും CPI ഒറ്റ മുന്നണിയല്ലേ? അല്ലേന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ. ബംഗാളിൽ കോൺഗ്രസും CPI കൂടെ ഐക്യമുന്നണിയായിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. 300 സീറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല, കോൺഗ്രസ് 2. ഇപ്പോഴും ഐക്യമുന്നണിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത ഘടകകക്ഷികളല്ലേ, കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ട് SFI പ്രവർത്തിച്ച് എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുക ചെയ്ത അനിയനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ മരണമുണ്ടായി. കൂടെ ഉണ്ടായിരുന്നു. അവസാനം കേസ് നടത്തി. കേസ് തോറ്റു. കാരണം ജഡ്ജി പറഞ്ഞു പോലീസാണ് ഒന്നാം പ്രതി, ഈ കേസ് നശിപ്പിച്ചോളാം. ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ആരും സഹായിക്കാനില്ല, പൈസ വേണ്ടേ. അപ്പീലൊന്നും പോയില്ല. ഗവൺമെൻറ് ഇടതുപക്ഷം ഭരിക്കുന്ന കാലമാണ്. ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണൻ. അപ്പീലൊന്നും പോയില്ല. പക്ഷേ കേസത്ര മോശം വാദിക്കാൻ BSNോട് പറഞ്ഞിട്ട് MM ചെറിയാനെ പോയി കണ്ടത്. അതിപ്പോൾ ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനായി പോകുന്നത് അശോകൻ. അദ്ദേഹം അവിടുത്തെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് SNDPയുടെ താലൂക്ക് പ്രസിഡന്റും വക്കീലുമായ കൃഷ്ണൻ സാറിന് നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വാദിച്ചു. പൈസ ഒന്നും വാങ്ങിയില്ല. പക്ഷേ കേസ് നശിപ്പിച്ചു. ഇതാണ് ഭുവനേശ്വറിൻ്റെ ചരിത്രം. ആർക്കറിയാം? ഭുവനേശ്വറിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് പൈസ പിരിച്ചിട്ട്. കായംകുളം കോപ്പറേറ്റീവ് ബാങ്കിലാണ് പണം കിട്ടിയത്. ഇക്കണോമിക്സിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ മാർക്ക് BA ഉള്ളവരാണ്. അത് കൊടുത്തോണ്ട് SFIക്കാരത് മറന്നു പോയി, കൊടുക്കുന്നുമില്ല. പൈസയുടെ കിടപ്പുണ്ട്, അവർ മറന്നുപോയി. അത് ഓർമ്മയില്ല പ്രത്യേക SFIക്കാർ. ഒരു SFI നേതാവ്, ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പന്തളത്തൊരു പട്ടി ചെത്താൻ രക്തസാക്ഷിയാകുമ്പോൾ കൂട്ടുകാരുമായിട്ടിരുന്നത് പാടിയിട്ടുണ്ട്. പാടുന്ന നല്ല കണ്ടീഷനിലല്ല. പന്തളത്തൊരു പട്ടി ചെത്താൻ. അതൊക്കെയാണ് ഇപ്പോൾ ഭുവനേശ്വറിൻ്റെ ഒരു സംസാരം. അത് നിർത്തുന്നതാണ്. അതൊക്കെ നിർത്തുന്നതാണ് നല്ലത്. ഭുവനേശ്വറിനെ സംസാരിച്ചാണ് അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പാരമ്പര്യമാണ്. എൻ്റെ പിന്നാലെയാണ് അവൻ വന്നത്. കത്തയക്കുമായിരുന്നു. മാനിഫെസ്റ്റോ അയച്ചുകൊണ്ട് മറ്റു അയച്ചുകൊണ്ടൊക്കെ എനിക്ക് കത്തയക്കുമായിരുന്നു കാർഡ്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിന് ഒഴിവാക്കി. 2-3 ആഴ്ചയായി പുതുക്കി. പാർട്ടി മെമ്പറല്ല, അത്ര എഴുതി. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊള്ളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പോയിന്റ് പറയുന്നു. പിന്നെ ഇവിടുത്താണ്. അറിയില്ല, അതൊന്നും അറിയില്ല. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം ഒന്നും ഇരിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അല്ല, പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ തന്നിരിക്കും, അപ്പം വന്നില്ലല്ലോ. ഞങ്ങളുടെ എഗ്രിമെൻ്റ് ഒന്നും വെച്ചിട്ടില്ല. വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്. അത്രയല്ലേ പറയാൻ പറ്റും. ഇല്ല, അതാണ് ഇപ്പോൾ പറയാനൊക്കില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. എനിക്കറിയില്ല, എന്നോടാരും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. പറഞ്ഞ ഓരോക്കിന് വേണ്ടി ഞാൻ വെച്ചിട്ടില്ല. ആദ്യമായിട്ട് പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്നത സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, വോട്ട് ജയിക്കട്ടെ.
ഒരാൾക്ക് BS-ന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം അതാണ് ചോദ്യം. അത് ബാക്കിയുള്ളവരെല്ലാം സന്യസിക്കാരാണ് മത്സരിക്കുന്നത്, അധികാരത്തിലുണ്ടല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാം. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും. നിങ്ങൾ അത് BS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്താ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല, കാണാത്ത വീഡിയോ ഞാനങ്ങനെ പറയാം. കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ല. ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാ ബുക്ക് എടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കരുത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ എന്നോട്. നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ. ഞാൻ മത്സരിക്കുന്നതിന് ഈ പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ ഇല്ല, ഒന്നുമില്ല. ചുവട് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചുവട് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും സുധാകരനെ വിജയിപ്പിക്കാൻ എഴുതുകയാണ് എനിക്ക് അഭിപ്രായം. അതുമില്ല. ഇങ്ങനെയുള്ള അതെ മത്സരിക്കാൻ ഒരാരും എൻ്റെ സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടുമില്ല. അതാണ് ഞാൻ ഇതുവരെ മത്സരിച്ച ആശയമായിരുന്നു. അത് തന്നെ കുറേ കാലം ഞാൻ അങ്ങനെ മത്സരിച്ചു. അങ്ങനെ തന്നെ പിന്നെ പൊളിറ്റിക്കൽ കമ്മ്യൂണിസത്തെ പറ്റി ഞാൻ സംസാരിക്കും. എല്ലാ പാർട്ടിയിലോട്ട് അത് വളരാൻ പാടില്ല. ഒന്നും അറിയില്ല. സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെ, ഞാൻ ഒന്ന് അഴിമതിക്കെതിരെ, എല്ലാത്തരം അഴിമതിക്കെതിരെ എൻ്റെ പ്രധാന ക്യാമ്പയിൻ ആണ്. അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമല്ല. പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ ഇല്ല. കോടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിൻ്റെയും അവസാനം ഒറ്റമൂലിയാണ് എൻ്റെ അനുഭവത്തെ അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു നല്ല സഹാവായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിന് പീഡിപ്പിക്കപ്പെട്ട് ഞാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് ബാക്കി ജവഹർലാൽ കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ചൂടാണ് ഞാൻ പോകുന്നത്. ഇങ്ങോട്ടുള്ള കൂടുതലായിട്ട് കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമില്ല. പാർട്ടി സീറ്റുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രമാണ്. ഇത് ചോദ്യമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാമായിരുന്നു. ഒരു പരാതി പോലും 63 years ഒരു പാർട്ടി കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ പരാതി കൊടുത്തിട്ടില്ല.